Okay, now you studied what is the exons and introns. What is the exons and introns? Both exons and introns are present in eukaryotes. So eukaryotic genes containing both exon and introns are called split genes. Eukaryotic genes are called split genes because it containing both exon and introns, coding sequence and non-coding sequences. Okay. And then next we are going to discuss about the process of transcription in prokaryotes. Transcription will take place in both prokaryotes and eukaryotes, but some a little differences is there between prokaryotes and eukaryotes. So first we have to discuss about process of transcription in prokaryotes. And in the prokaryote, that's as a result of transcription, synthesis of mRNA will take place. So we can say it is a prokaryotic mRNA synthesis. Transcription നമുക്ക് prokaryotic mRNA synthesis എന്നും പറയാം. And what is the speciality of prokaryotic gene? It is a polycistronic, that is many cistrons code for polypeptide. Many cistrons involved for the synthesis of a long polypeptide chain. അതാണ് polycistron എന്ന് പറയുന്നത്. Many cistrons are involved for the synthesis of polypeptide chain. And in this transcription, which one is the major enzyme? DNA dependent RNA polymerase. DNA dependent RNA polymerase is the important enzyme for catalyzing the process of transcription. So with the help of this RNA polymerase, in prokaryotes, 3 types of RNA synthesized or catalyzed. They are mRNA, tRNA and rRNA. mRNA means messenger RNA, transfer RNA and ribosomal RNA. പ്രോക്യാരിയോട്സിലാണ് പറയുന്നത് കേട്ടോ. പ്രോക്യാരിയോട്സിൽ ഈ ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന DNA ഡിപ്പെൻഡൻ്റ് RNA പോളിമറൈസ് എന്ന എൻസൈം 3 RNA മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും. mRNAയും tRNAയും റൈബോസോമൽ RNAയും. അപ്പോൾ അങ്ങനെയുള്ള ആ RNA സിന്തസിസിന് 3 സ്റ്റെപ്സ് ഉണ്ട്. 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഈ RNA സിന്തസൈസ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഏതൊക്കെ സ്റ്റെപ്സ് ആണ്? ഫസ്റ്റ് വൺ ഈസ് initiation, elongation and termination. Initiation, elongation and termination. അതാണ് 3 steps. What is meant by initiation? Initiation means, അതിൻ്റെ പിക്ചർ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. Initiation. See, initiation steps ആണ് കാണിക്കുന്നത്. ഇനീഷ്യേഷൻ ഞാൻ പറഞ്ഞിരുന്നു RNA പോളിമറൈസ് എന്ന എൻസൈം, RNA പോളിമറൈസ് എന്ന എൻസൈം ആണ് ട്രാൻസ്ക്രിപ്ഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം. RNA നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു, ദിസ് DNA ഡിപ്പെൻഡൻ്റ് RNA പോളിമറൈസ് ബൈൻഡ് ടു വിച്ച് റീജിയൻ? പ്രൊമോട്ടർ റീജിയൻ. വിച്ച് റീജിയൻ? പ്രൊമോട്ടർ റീജിയൻ. അപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പ്രൊമോട്ടർ ഉണ്ടാവും, അതിന് ടെർമിനേറ്റിംഗ് എൻഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ബൈൻഡ് ചെയ്യുന്നത് വെറുതെ വന്ന് ബൈൻഡ് ചെയ്യില്ല. അതായത് അവിടെ ഒരു സിഗ്മ ഫാക്ടർ ഉണ്ടാവും. ആ സിഗ്മ ഫാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ സിഗ്മ ഫാക്ടറാണ് ഈ പ്രൊമോട്ടർ റീജിയന് കറക്റ്റ് ഇനീഷ്യേറ്റിംഗ് അല്ലെങ്കിൽ ഇനീഷ്യേഷൻ, ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഈ RNA പോളിമറൈസ് ഈ സിഗ്മ ഫാക്ടറോടെ ചേർന്നാണ്. ദിസ് ഈസ് എ RNA പോളിമറൈസ് വിത്ത് എ സിഗ്മ ഫാക്ടർ. ആ സിഗ്മ ഇതിന് ഒരു പ്രൊമോട്ടർ റീജിയൻ. ഇപ്പം എവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ? ഒരു ലോങ് DNA ആണല്ലേ. നമ്മളുടെ യൂകാരിയോട്സിൽ 3.3 × 9 crore ബേസ് പെയർ ഉള്ള, അല്ലെങ്കിൽ 330 crore അത്രമാത്രം ബേസ് പെയർസ് ഇറങ്ങിയ ലോങ് DNA ആണ്. അപ്പോൾ അങ്ങനെയൊരു DNAയിൽ പല ഭാഗം ട്രാൻസ്ക്രിപ്ഷന് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പോൾ അതിലെവിടെയാണ് RNA പോളിമറൈസ് കണ്ടുപിടിക്കുക? എവിടെയാണ് ഈ പ്രൊമോട്ടർ റീജിയൻ? ഓരോ DNAയുടെ സെഗ്മെൻറ്റ്സ് സിസ്ട്രോണിലോ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലോ പ്രൊമോട്ടറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ പ്രൊമോട്ടർ ഇരിക്കുന്ന റീജിയനാണ് ഇനീഷ്യേറ്റിംഗ് റീജിയൻ എന്ന് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് സിഗ്മ ഫാക്ടറാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. RNA പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ഇനീഷ്യേറ്റിംഗ് റീജിയൻ. അതാണ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യേഷൻ. During this, RNA polymerase bind to sigma factor present in the promoter region and initiate that process. മനസ്സിലായോ? RNA polymerase bind ചെയ്യുന്നു എന്തെവിടെ? sigma factor present the promoter region and initiate the process. അപ്പോൾ
ഇവിടെ ഈ RNA പോളിമറൈസ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. അതായത് പ്രൊമോട്ടർ റീജിയണിലാണ് സിഗ്മ ഫാക്ടർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ RNA പോളിമറൈസും സിഗ്മ ഫാക്ടർ ഒരുമിച്ചായി. അപ്പോൾ ഇവിടെ ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രൊമോട്ടർ റീജിയണിൽ ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യണോ. അപ്പോൾ നിങ്ങൾ DNA ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഏത് സ്ട്രാൻഡ്, ഡബിൾ സ്ട്രാൻഡാണ് വരച്ചിരിക്കുന്നത്, വിച്ച് സ്ട്രാൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ്, ദാറ്റ്സ് എ പൊളാരിറ്റി 3' to 5' ആയിരിക്കും. 3' to 5'. ഓക്കെ, കാരണം ബിക്കോസ് അതിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന RNA 5' to 3' ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ അതെപ്പോഴും പൊളാരിറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ RNA പോളിമറൈസ് പിന്നീട് ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്തു. RNA പോളിമറൈസ് ബൈൻഡ് ടു സിഗ്മ ഫാക്ടർ. ആ ബൈൻഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. RNA പോളിമറൈസ് മൂവ് ചെയ്യുവാണ്. RNA പോളിമറൈസ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഏത് ഭാഗത്താണോ RNA പോളിമറൈസ് നീങ്ങുന്നത് അവിടെ എല്ലാം അൺവൈൻഡ് ചെയ്യപ്പെടും. ഹെലിക്കേസ് എൻസൈമിനാൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അൺവൈൻഡ് ചെയ്യപ്പെടും. ആ ഒരു ഭാഗം മാത്രം ട്രാൻസ്ക്രിപ്റ്റ്. RNA പോളിമറൈസ് മൂവ് ചെയ്യുന്ന ഭാഗത്തെ എല്ലാം അത് പരസ്പരം നീങ്ങാൻ തുടങ്ങും, അകലും, അൺവൈൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ആ നീങ്ങുന്ന ഭാഗത്തെ എല്ലാം കോഡോൺസ്, ഇപ്പോൾ ഇവിടെ നൈട്രജൻ ബേസ് പെയറിലാണല്ലോ ജനറ്റിക് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അത് ഇൻഫോർമേഷൻ കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ ഇവിടെ അത് പോകുന്ന വഴിക്കെല്ലാം ഇത് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ mRNA ക്യാരി ചെയ്യും. അതായത് അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യപ്പെടുന്നത് mRNAയിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള mRNAയിലോട്ട് അത് കോഡോൺസ് റൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഓരോ mRNAയുടെ കൂടെ ഈ RNA പോളിമറൈസ് നീങ്ങുമ്പോൾ അതിൻ്റെ അറ്റത്തിൽ ഒരു ചെറിയ mRNA മോളിക്യൂൾസ് ഉണ്ടാവും. ഉണ്ടാവും. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്തോറും ഈ RNAയുടെ ലെങ്ത് കൂടുന്നു. നോക്കൂ, ഇതിവിടം വരെ എത്തി. RNA പോളിമറൈസ് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ RNA പോളിമറൈസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന RNAയുടെ ലെങ്ത് കൂടി. ദാറ്റ് മീൻസ് ഇത്ര മാത്രം അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇലോങ്ങേഷൻ മീൻസ് ലെങ്ത് ഓഫ് ദ mRNA ഇൻക്രീസ് ചെയ്യുക. ലെങ്ത് ഓഫ് ദ RNA സിന്തസൈസ് നടക്കണു, അത് ഇൻക്രീസ് ചെയ്യുകയാണ്. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? RNA പോളിമറൈസ് ഇനീഷ്യേഷൻ നടന്നു. ഇറ്റ് സ്റ്റാർട്ട് ഫോർ മൂവിങ് എലോങ് ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ അവിടുന്ന് മൂവ് ചെയ്യുന്നതനുസരിച്ച് ദ സിന്തസിസ് ഓഫ് RNA ടേക്സ് പ്ലേസ്. സോ ലെങ്ത് ഓഫ് ദ RNA വിൽ ഇൻക്രീസിങ്. നോക്കി, ഇവിടെ ഒരു പച്ച കളർ കാണുന്നുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനോ ടെർമിനേറ്റർ റീജിയനോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പച്ച കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെർമിനേറ്റർ റീജിയൻ എത്തിയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. അവിടെ വെച്ചിട്ട് പിന്നെ മൂവ് ചെയ്യില്ല. അതെങ്ങനെയാണ്? അതിനൊരു ഫാക്ടർ ഉണ്ട് ഇവിടെ, റോ ഫാക്ടർ എന്ന് പറഞ്ഞ റോ ഫാക്ടർ. അപ്പോൾ ടെർമിനേഷനാണ്. അപ്പോൾ ടെർമിനേഷൻ റീജിയനോട് എത്തിയപ്പോൾ ആ ഒരു റോ ഫാക്ടർ അവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ ആ റോ ഫാക്ടറിനുള്ളിൽ RNA പോളിമറൈസ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. ഉടനെ RNA പോളിമറൈസ് RNA പോളിമറൈസും ഈ സിന്തസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന RNA mRNA അതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുക. അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. RNA പോളിമറൈസും റോ ഫാക്ടറൂടെ ബൈൻഡ് ചെയ്യുക. റോ ഫാക്ടറാണ് ടെർമിനേറ്റിംഗ് നടത്തപ്പെടുന്ന ഒരു ഫാക്ടർ, അല്ലെങ്കിൽ ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് റോ ഫാക്ടർ. ഓക്കെ, അവിടെ വെച്ച് ടെർമിനേഷൻ നടന്നു. നമുക്കിപ്പോൾ സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന RNA സെപ്പറേറ്റ് ചെയ്തു. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, initiation മനസ്സിലായി. as the enzyme moves along, the DNA unwind and one of the strand act as a template for RNA synthesis. As the DNA as the enzyme move ചെയ്യുമ്പോൾ the DNA unwind ചെയ്യും and one of the strand act as a template for RNA synthesis. RNA synthesisന് ഒരു സ്ട്രാൻഡ് ആക്ട് ചെയ്യുന്നു. അതായത് സ്ട്രാൻഡാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? Then elongation. After initiation losses the sigma factor. Initiation ഇത് കഴിഞ്ഞാൽ സിഗ്മ ഫാക്ടർ ലോസ് ചെയ്യണു. RNA പോളിമറൈസ് മൂവ് ടുവേർഡ്സ് ദ ടെർമിനേറ്റർ റീജിയനോട്ട് മൂവ് ചെയ്യുന്നു.
It continues elongation of the newly synthesized RNA. It continues elongation of the newly synthesized RNA. Then termination. RNA polymerase bind to the Rho factor present terminator region and terminate the process. മനസ്സിലായോ? അപ്പം സിഗ്മ ഫാക്ടർ പോലെ തന്നെ വേറൊരു ഫാക്ടറാണ് റോ ഫാക്ടർ. അത് എവിടെയായിരിക്കും? ടെർമിനേറ്റർ റീജിയനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ RNA പോളിമറൈസ് അവിടെ എത്തുമ്പോൾ അത് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യും. അപ്പോൾ ടെർമിനേറ്റ് ചെയ്ത പ്രോസസ്സ്. ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന RNA സെപ്പറേറ്റ് ചെയ്യും RNA പോളിമറൈസിൽ നിന്ന്. ഓക്കെ, ദാറ്റ്സ് എ ടെർമിനേഷൻ പ്രോസസ്. Termination is brought about by a termination factor is called Rho factor. So once again, this is a first step, initiation. What is initiation? Initiation means RNA polymerase bind the sigma factor present in the promoter region. Sigma factor present in the promoter region. Okay, so transcription started. Then elongation time sigma factor losses and RNA polymerase start to move along the template strand. As a result, the mRNA synthesizing. Then third step, termination. This RNA polymerase reach the particular region, that is a Rho factor, reach a particular region. And when in that portion Rho factor is when RNA polymerase bind with the Rho factor, so the process of termination stopped. And RNA separated from the synthesized RNA separated from the RNA polymerase. Okay.